രഹസ്യമായിട്ട് തകർക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കണമേ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായിരിക്കുമ്പോൾ ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് യോഗ്യതയില്ല. വെളിച്ചത്തിന് ഇരുട്ടിനോട് യോഗ്യതയില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ വസിക്കുന്നവൻ അവൻ മരണത്തിന്റെ മേൽ അധികാരമെടുത്തവൻ. അതുകൊണ്ടാ പൗലോസ് ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. അവൻ അറിയാം അകത്ത് വ്യാപരിക്കുന്ന ശക്തി. ഞാൻ പറയട്ടെ, ഇവിടെ ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് ഇങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു പക്ഷെ പ്രസംഗിക്കുന്നവരായിരിക്കത്തില്ല, സുവിശേഷം പറയുന്നവരായിരിക്കത്തില്ല. പക്ഷെ നിന്റെ അകത്ത് വിശ്വാസത്തിന്റെ തലം വർദ്ധിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16 വായിച്ചേ. വളരെ വേഗം നമ്മൾ നിർത്താം. ഹല്ലേലൂയ. അടുത്തത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ എന്തോ നടക്കുന്നത്. താഴോട്ട് വായിച്ച്, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരുത്തില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് എന്തോ പറ്റും? ആരും ഇമ്പാർട്ടേഷന് വേണ്ടി നോക്കണ്ട. കർത്താവ് പറഞ്ഞേക്കുന്ന വാക്തത്വമാണ്. ദൈവം എന്തോ പറഞ്ഞേക്കുന്നേ? നിനക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഇന്ന് രാത്രിക്കാലം ആ വിശ്വാസം വർക്ക് ചെയ്യട്ടെ. ഹല്ലേലൂയ. പൗലോസിന്റെ കയ്യിൽ കടിച്ചു തൂങ്ങിയ അണലിയെ കണ്ടപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു അവനിപ്പോ ചത്തു വീഴും. അണലി തന്നെ വേണമെന്നില്ല. നിന്നെ ഇന്ന് രാത്രി പിടിച്ച് ബന്ധിച്ചു വെക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ പോരുകൾ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്കുകൾ അളന്ന് കുടഞ്ഞുകളാം. അതാ തീക്കകത്തോടൊന്ന് കുടഞ്ഞുകളാം. ആത്മാവിന്റെ തീ കത്തുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യാപരിക്കുമ്പോൾ, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ നിരാശയുടെ ശക്തി മാറും. നിരാശയുടെ ഹൈറ്റ് മാറും. ഒരു വാക്യം കൂടെ എന്നോട് ചേർത്ത് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 5:7. 5:17. 2 കൊരിന്ത്യർ 5:17. നിക്ക് ശ്രദ്ധിച്ചേ. എന്തി കൂടെ വായിച്ചേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവും. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം പണ്ട് ലോകത്തിൻ്റെതായിരുന്നു, ഇപ്പൊ ലോകത്തിൻ്റെതെല്ലാം അങ്ങ് മാറ്റിക്കളാം. അവിശ്വാസം മാറ്റി, ലോകത്തിൻ്റെതായിട്ടുള്ള സംശയങ്ങൾ മാറ്റി, ഭയം മാറ്റി, പകരം ആ സ്ഥാനത്തേക്ക് ക്രിസ്തു ഇറങ്ങി വന്നു. ഇപ്പൊ പുതിയതാ. പഴയത് കഴിഞ്ഞു പോയി. ഒരു വാക്യം കൂടെ വായിച്ച് നമ്മളത് കൺക്ലൂഡ് ചെയ്യാൻ പോവാ. 1 കൊരിന്ത്യർ 6:19. 6:19.
पवित्र आत्मा का मंदिर है जो तुमसे बता हुआ है, तुम्हें परमेश्वर की ओर से मिला है, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. तुम्हें की दाम देकर खरीदा गया है. ഓ ഹല്ലേലൂയ. हालेलुया. ഇനി നിങ്ങളുടെ മേലുള്ള അധികാരം നിങ്ങൾക്കല്ല, तुम्हारे अंदर का जो अधिकार है वो तुम्हारा नहीं, അധികാരമുള്ളവൻ അകത്തിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. അധികാരമുള്ളവൻ നിന്റെ അകത്തിരിക്കുക. अधिकार जो है वो अंदर बैठा है. ഇനി നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും तुम प्रभु परमेश्वर की मंदिर हो, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുവെന്നും तुम्हें दाम देकर खरीदा गया है. നിങ്ങൾ അറിയണം. तुम्हें मालूम होना चाहिए. ഇന്ന് രാത്രി ആ അറിവോടെ മടങ്ങിപ്പോണം. आज रात को इसी के बाद साथ जानते हुए आपको आगे बढ़ना. ഒരൊറ്റ അറിവ് മതി. एक ही बात जानना है. എന്താ? क्या है? ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. मंदिर हूँ. ഞാൻ കടന്നു പോകുമ്പോൾ आगे जाऊंगा. അശുദ്ധി മാറിപ്പോകും, सारी अशुद्धि हट जाएगी. അന്ധകാരത്തിന്റെ പോരുകൾ കീഴടങ്ങും. अंधकार की सारी ताकतें छूट जाएगी. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ मैं प्रार्थना करते समय രോഗികൾ സൗഖ്യമാകും, रोगी चंगाई को प्राप्त ഭൂതങ്ങൾ करेंगे. വിട്ടുപോകും. दुरात्माएं निकल जाएंगे. എന്റെ കുടുംബത്തെ പരിപാലിക്കുവാൻ मेरे परिवार को संभालने के लिए എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. मेरा प्रभु मेरे साथ है. ഞാൻ എന്റേതല്ല. मैं मेरा नहीं. ഞാൻ എന്റേതാണെങ്കിലല്ലയോ പ്രശ്നം. मैं यदि मेरा होता तो समस्या. ഞാൻ എന്റേതല്ലാത്തപ്പോൾ मैं जब मेरा नहीं हूँ, എന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് नाम देके खरीदा गया है. എന്റെ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ആ യജമാനനാ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവവേദനും, यहाँ बैठे हुए हर एक व्यक्ति, ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും यहाँ बैठे हुआ हर एक बालक യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. लोगों के लिए खरीदा गया है. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാത്തത് काफी बार हमारे जिंदगी में अद्भुत नहीं होता. നമ്മൾ നമ്മുടേതായിട്ടിരിക്കുന്നതുകൊണ്ടാ. हम हमारे बारे में सोचते हैं. ഓ, മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇന്ന് രാത്രികാലം ഈ തിരിച്ചറിവ് വരട്ടെ. आज रात को इन बातों को जरा सोच नहीं पाए. നിങ്ങൾ हाँ, നിങ്ങൾക്കുള്ളവരല്ല. अपने लिए नहीं होता. ഹല്ലേലൂയ. हालेलुया. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ അകത്ത് തന്നത് प्रभु परमेश्वर की आत्मा को आपके अंदर दिया हुआ, അവന് വേണ്ടി നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ, उसके लिए तुम्हें काम लायक होने के लिए, അവന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവർത്തികളെ ചെയ്യാൻ. उसके लिए प्रभु परमेश्वर का काम तुम्हारे अंदर व्यापार करवाने के लिए. തടിച്ച നാവുള്ളവൻ, जिसके जीव जो मोटा है, വിക്കുള്ള മോശ പറഞ്ഞു, जो बोल नहीं सकता है, എന്നെ കൊണ്ട് സാധിക്കത്തില്ല. उससे हो नहीं सकता. പക്ഷെ ദൈവം പറഞ്ഞു, प्रभु बताता है, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോ. मेरा सानिध्य तेरे सामने सामने चलेगा. മോശയുടെ അകത്ത് പരിശുദ്ധാത്മാവില്ല. मूसा के अंदर पवित्र आत्मा नहीं. ദൈവം മുമ്പേ നടന്ന് വഴി കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. प्रभु आगे चलकर राह दिखा रहा. ആർക്കും അവനെ കാണാൻ പറ്റുന്നില്ല. कोई उसे नहीं सकता. അത് കൂടാരം ഉണ്ടാക്കി वहां पे एक तंबू लगाया. കൂടാരത്തിനകത്ത് അവൻ ഇറങ്ങി വരും. तंबू के अंदर उतर कर आता है. എല്ലാം മരിച്ചവരെ പോലെ ആവും. सब कुछ मरे हुए जैसा हो जाता है. പക്ഷെ ഇന്ന് നോക്ക്, लेकिन आज जरा देखो, ഈ ബലഹീനപ്പെട്ട ശരീരത്തിൽ यही बलहीन शरीर के अंदर പൗലോസ് പറയുകയാ, पौलुस बताता है, ഈ മൺകൂടാരത്തിൽ इसी मिट्टी की मत എപ്പോ വേണേലും ഉടഞ്ഞു പോകാമെന്ന ഈ ശരീരത്തിൽ टूट सकता है ऐसा शरीर. ഈ അത്യന്ത ശക്തി ദൈവം പകർന്നു. इस शक्ति का ഓ, ഈ അത്യന്ത ശക്തി ദൈവം പകർന്നു. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Yes, Lord. Yes. Oh, hallelujah, 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 हालेलुया. hallelujah. ഈ മൺകൂടാരത്തിനകത്തേക്ക് इस मिट्टी की बर्तन के अंदर അത്യന്ത ശക്തി एक सामर्थ्य ഇവിടെ ഇരിക്കുക. यहाँ पे बैठा है. നമുക്കറിയാം, ചോക്ലേറ്റ് കഴിക്കുന്ന കുഞ്ഞുങ്ങൾ എന്തോ ചെയ്യും? चॉकलेट खाने वाले बच्चे क्या करते हैं? അമിതമായി ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര കുരുത്തക്കേട് കാണിക്കും. जब अच्छा चॉकलेट खाने के बाद बड़ी शैतानी करते हैं. ഹല്ലേലൂയ. हालेलुया. എന്താ കാരണം? कारण क्या है? അവരുടെ അകത്തുനിന്ന് എനർജി വരിക. उसके अंदर एक एनर्जी आता है. അപ്പോൾ അകത്തിരിക്കുന്ന ശക്തി എന്തുവാ? अंदर बैठा हुआ शक्ति क्या है? മരണത്തെ ജയിച്ചതാ. मृत्यु को जय प्राप्त करने वाला. പിശാചിന്റെ കീഴിൽ നിന്നും അധികാരത്തോടെ പാതാള ഗോപുരങ്ങളെ തകർത്തതാ. शैतान के सारे सारे युक्तियों को नष्ट करने वाला. അയ്യോ, ഇതും വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. यही लेकर तुम चल रहे हो. ഓ, ഹല്ലേലൂയ. Praise the Lord. हालेलुया. ഈ ശക്തി അകത്തിരിക്കുമ്പോ ചിലർ തളർന്നിരിക്കുക. ये शक्ति अंदर रहते हुए भी आप ऐसे दुखी क्यों बैठते हो? ഹല്ലേലൂയ. हालेलुया. അഭിഷിക്തൻ പറയും, अभिषेक कहता है, 14 രാത്രിയും പകലും സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കണ്ടില്ലെങ്കിലും यदि 14 दिवस से मैंने सूर्य या चंद्र को भी ഞാൻ नहीं देखा, കേട്ട ഒരു ശബ്ദമുണ്ട്. मैं ഓ, ഞാൻ അനുഭവിച്ച ഒരു ദൈവ സാന്നിധ്യമുണ്ട്. प्रभु में एक सामर्थ्य है. അതെന്നെ എത്തേണ്ട സ്ഥലത്തെത്തിക്കും. ഓ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഓ, ദൈവത്തിന്റെ ദൈവശക്തി അറിയുക. ദൈവത്തിന്റെ ആത്മാവ് അറിയുക. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ,
പറയുക, वो कहता है ഞാൻ സേവിക്കുന്നവൻ मैं सेवा करने वाला हूं। എന്റെ ഉടയവൻ. मेरे मालिक ഓ ഹല്ലേലൂയ. അതെന്താ പറഞ്ഞത്? वो वहीं पे कहता है നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. मैंने तुम्हें नाम लेके നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. तुम अंदर जो हो ഈ സമുദ്രത്തിൽ 10 പോണ പൊക്കോട്ടെ, इस समाज में काफी लोग मर जाएंगे, നഷ്ടം എനിക്കല്ല, लेकिन वो सब नष्ट मुझे नहीं, എന്റെ യജമാനൻ. मैंने खरीदा है। യജമാനൻ വില കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ मालिक नाम लेके നിന്റെ खरीदा है। ഹല്ലേലൂയ. ഓ हालेलुया, ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി പറഞ്ഞേ, ഇന്ന് രാത്രി എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞേ, आज रात वाले भी कहने पाए ഞാൻ എന്റേതല്ല, ഞാൻ എന്റേതല്ല, എനിക്കൊരു യജമാനനുണ്ട്, मुझे मालिक है, എനിക്കൊരു യജമാനനുണ്ട്. मुझे मालिक है, ആ യജമാനന്റെ സാന്നിധ്യം എന്റെ മേൽ വസിക്കുന്നു. वो मालिक का उपस्थिति मेरे अंदर है, പരിശുദ്ധാത്മാവിന്റെ നിറം എന്റെ മേൽ വ്യാപരിക്കുന്നു. അതുകൊണ്ട് इसलिए ഞാൻ ജയാളികളെക്കാൾ ജയാളിയാ. Hallelujah. I am more than a conqueror. अब मैं देवता की बढ़कर हूँ। Praise the Lord. Praise the Lord. Praise the Lord. ദൈവശബ്ദം प्रभु की उपस्थिति നാളുകൾക്ക് മുമ്പ് കേട്ട ദൈവത്തിനോട് ദൈവം പറയുകയാണ്, सालों पहले सुना हुआ प्रभु की शब्द जो है, നീ ആ വഴിയെ നടക്ക, तुम उस राह से चलोगे, നീ ആ വഴിയെ നടക്ക. तुम उस राहों से चलोगे, നിന്റെ മുമ്പിൽ ചെങ്കടൽ കാണത്തില്ല. तुम्हारे सामने जो है लाल समुद्र, ചെങ്കടൽ നീ കണ്ണുകൊണ്ട് കണ്ടേക്കാം, उस लाल समुद्र को तुम अपनी आंखों से देखोगे, പക്ഷെ നീ കാല് വെക്കുമ്പോൾ लेकिन अभी तुम पैरों को നിനക്ക് വേണ്ടി വഴികൾ തുറക്കും. तुम्हारे लिए रास्ता खुल जाएगा। ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ ഇവിടെ ഉണ്ട്. अपने हृदय की इच्छा को जानने वाले प्रभु हमारे बीच में 18 വർഷമായി 18 वर्ष हो गया, ഒരിക്കലും ഒട്ടും നിവരുവാൻ സാധിക്കാത്ത സ്ത്രീ. बिल्कुल खड़ी नहीं हो पाती थी एक स्त्री, അവൾ ആലയത്തിന്റെ ഏറ്റവും പുറകിൽ പോയിരിക്കും. आले के सबसे भीतर बाहर रह रही, അവൾ കാര്യം കാണാൻ സാധിക്കത്തില്ല. कोई भी नहीं देख सकती, അവൾ ഓരോ ദിവസവും വരുമ്പോഴും बताते समय എന്റെ വിടുതൽ എന്താണ് അവൾ ചിന്തിക്കും. जाएगा जो देखी थी, അവളും അബ്രഹാമിന്റെ മകളാണ്. वो भी इब्राहिम की बेटी है, പക്ഷെ നീണ്ട 18 വർഷം लेकिन एक लंबा 18 वर्ष അവൾ അവിടെ ഇരിക്കുകയാണ്. वहाँ पे बैठी थी। Praise the Lord. हालेलुया। അടുത്ത ശ്രദ്ധിക്കണമേ, अगला जरा सुनने पाए 38 വർഷമായി 38 वर्ष हो गया, ഒരുത്തൻ കുളക്കര കിടക്കുക. एक व्यक्ति जो है झील के എന്നെ किनारे, ആരിറക്കാനുണ്ട്? मुझे कौन उतारेगा, എനിക്ക് മുമ്പായി ഇതാ വേറൊരുത്തൻ ചാടുന്നു, मेरे सामने और कोई उतर जाता है, എനിക്ക് ആരുമില്ലല്ലോ. मुझे कोई नहीं है, അങ്ങനെ പറയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? बोलने लगा, कोई हमारे बीच में। ഹല്ലേലൂയ. हालेलुया। ദൂതനെ വിട്ട് കുളം കലക്കി ചിലത് വിടുതൽ പ്രാപിച്ചു. दूध को उतार कर झील के पानी की जरूरत नहीं पड़ेगा, അടുത്തിരിക്കുന്നവർ ആരാധിച്ചപ്പോൾ ചിലത് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോയി. बात करके आराधना करने वाले को देखकर आप चला छुटकारा प्राप्त പക്ഷെ നീ कर ഇന്ന് ഇവിടെ ഇരിക്കുന്നത് വിടുതൽ പ്രാപിക്കാഞ്ഞോണ്ടാ. आप यहाँ पे जो आए वो छुटकारा प्राप्त നീ ഇന്ന് ആ കുളക്കരയിൽ കിടക്കുന്നത് നിനക്ക് വിടുതൽ ലഭിക്കാഞ്ഞതുകൊണ്ടാ. आप उस झील के प्यास इसलिए अभी भी पड़े हो, അനേകരും വിടുതൽ പ്രാപിച്ച് വിട്ടുപോയി. यदि तुम्हारे अंदर कुछ जाएगा, പക്ഷേ लेकिन ദൈവം ഒന്ന് തീരുമാനിച്ചു, प्रभु ने चिंता किया,